നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ അടിച്ചു തുടങ്ങിയ ഈ സംഘർഷത്തിന് പശ്ചിമേഷ്യയിൽ അറുതി വരുന്നു. 60 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ, അതിനുള്ള ഒരു ധാരണാപത്രം കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചു കഴിഞ്ഞു. അതിന്റെ കരാർ 19-ാം തീയതി ഒപ്പുവെക്കുമെന്ന് പറയുന്നുണ്ട്. 60 ദിവസത്തേക്ക് പിന്നെ ബാക്കിയുള്ള ചർച്ചകളാണ്. എങ്ങനെയാണ് പശ്ചിമേഷ്യ കൊണ്ടുപോകേണ്ടത്, ഇറാനും അമേരിക്കയും തമ്മിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇറാന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യുറേനിയം എന്ത് ചെയ്യണം, എണ്ണ ഇനി മോഷ്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് 60 ദിവസം വെച്ചിട്ടാ. ഏതായാലും ആ 60 ദിവസത്തിനുള്ളിൽ യുദ്ധമൊന്നും ഉണ്ടായില്ല എന്നും അത് കഴിഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള ഒരു പശ്ചിമേഷ്യൻ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം നോക്കൽ മാത്രമാണ് ഈ 60 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരല്പം സമാധാനമുണ്ട്. കാര്യം പശ്ചിമേഷ്യ ശാന്തമാകുന്നു, ഹോർമോസ് വാഹനം കപ്പൽ ഓടാൻ തുടങ്ങുന്നു, അതുപോലെ എണ്ണ വ്യാപാരം സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ സാമ്പത്തിക ക്രമം പഴയ താളത്തിലേക്ക് തിരിച്ചു വരുന്നു. വളരെ പ്രതീക്ഷയാണ്. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടരുമ്പോൾ, ലെബനോനുമായി യുദ്ധം തുടരുമ്പോൾ വളരെ ഭയാശങ്കകൾ നിറഞ്ഞ ഒരു പശ്ചിമേഷ്യ കൂടി നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ദക്ഷിണ ലെബനനിൽ നിന്നുള്ള ഓരോ ദിവസത്തെയും കാഴ്ചകൾ കൂടുതൽ ഭീതിജനകവും അതുപോലെ കണ്ണീരണിയിക്കുന്നതുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ ഇളം കാറ്റ് വീശാൻ പോകുന്നു, യുദ്ധത്തിന്റെ കറുത്ത ദിനങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെ ലോകം പ്രത്യാശയോടെ കാത്തിരുന്ന നിമിഷങ്ങളിലാണ് വീണ്ടും അവിടെ ചോരപ്പുഴ ഒഴുകുന്നത്. ഔദ്യോഗികമായിട്ട് ആ ചരിത്രപരമായിട്ടുള്ള സമാധാന കരാറിൽ ഒപ്പിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളെയും സകല പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ ഈ വ്യാപക ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി മാത്രം നബാത്തിയ എന്ന ജനവാസ മേഖലയെ ലക്ഷ്യമാക്കി നടന്നിട്ടുള്ള കനത്ത വ്യോമാക്രമണങ്ങൾ ഒരു നാടിനെ ആകെ നടുക്കി കളഞ്ഞതാണ്. ചാരമായി മാറിയ കെട്ടിടാവശങ്ങൾക്കിടയിൽ നിന്നും നിസ്സഹായരായ 4 മനുഷ്യരുടെ ജീവനറ്റ ശരീരമാണ് പുറത്തെടുത്തത്. നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ജീവന് വേണ്ടി പിടയുന്നു. ചോരയും കണ്ണീരും വീണ മണ്ണിൽ നിന്ന് ഉയരുന്ന ആ നിലവിളികൾ സമാധാന ചർച്ചകളുടെ അന്തരീക്ഷത്തെ ആകെ ഇപ്പോ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന ഭീകര രാജ്യം, ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭീകരൻ നയിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ലെബനിലേക്ക് നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല. ഇസ്രായേലിന് ലെബനൻ എന്ന് പറയുന്ന രാജ്യം ഒരു തരത്തിലും സുരക്ഷാ ഭീഷണി ഇല്ലാത്ത രാജ്യമാണ്. ഇസ്രായേലിന്റെ മൂക്കിൽ വലിക്കാൻ പോലും ഇല്ലാത്ത ഒരു രാജ്യം. പക്ഷേ ലെബനൻ എന്ന് പറയുന്ന ആ രാജ്യം ഇല്ലാതെയാകണം. ആ രാജ്യത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും വിശാല ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിന് വേണം. അതായത് ഏതാനും രാജ്യങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ ശേഷം ആ ഭൂപ്രദേശമെല്ലാം ഇനി ഇസ്രായേലിന്റെ ഭാഗമായി അറിയപ്പെടും. അതുകൊണ്ട് അതിനെയൊക്കെ ഇസ്രായേലിൽ നിന്ന് വിളിക്കപ്പെടും എന്ന രീതിയിൽ ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയ ശേഷം, ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കിയ ശേഷം ആ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ട് സ്വന്തം രാജ്യത്തോട് ചേർത്ത് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ഭീകരവാദമല്ലാതെ പിന്നെന്താണ് ഈ ലോകത്ത് സംസാരിക്കുന്നത്? അതൊക്കെ ഇസ്രായേലിന്റെ ഭീഷണിയാണ്, അവരൊക്കെ ലെബനൻ അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരവാദികളാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് അസംബന്ധമാണ് നമ്മൾ കേൾക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. ഇറാന്റെ ചില ഭാഗങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ രാജ്യമായി മാറുന്നത്. സ്വാഭാവികമായിട്ടും രാജ്യം ഇപ്പോൾ നമ്മുടെ ഭാരതദേശം, ഭാരതത്തിന്റെ പല പ്രദേശങ്ങളും ചൈനയ്ക്കും പാകിസ്ഥാനും വേണം. നമ്മൾ വിട്ടുകൊടുക്കാത്ത എന്താണ്? അവരുടെ വിശാല രാജ്യം, അവരുടെ രാജ്യം വിശാലപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിന് വേണ്ടി ഭാരത രാജ്യത്തിന്റെ 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കാൻ ഞാനോ നിങ്ങളോ സമ്മതിക്കും? ഇവിടെ ആരെങ്കിലും കയറി അടിക്കണമെന്നുണ്ടെങ്കിൽ തോക്കും എടുത്തുകൊണ്ട് മുന്നിൽ നമ്മൾ നിൽക്കൂലേ? അതല്ലേ നമ്മുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലെബനനായാലും ഇറാനായാലും സിറിയ ആയാലും ഏത് രാജ്യമായാലും ആ രാജ്യങ്ങളൊക്കെ ഇല്ലാതാകണം. ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കൊന്നൊടുക്കപ്പെടണം. എന്നിട്ട് ആ രാജ്യത്തെ ഇസ്രായേലിനൊപ്പം ചേർക്കണം. ഇസ്രായേലിന്റെ ഭൂപ്രദേശമായി മാറണം. ആ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് അവിടെ കൃഷിയിടങ്ങൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവർ ഇസ്രായേലിലെ യഹൂദന്മാരെ അവിടെ കുടിയിരുത്തണം. ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ കേസിൽ, ഇറാൻ ഇസ്രായേൽ അമേരിക്ക കേസിൽ ഇറാനൊപ്പം എനിക്ക് നിൽക്കേണ്ടി വരുന്നത്. കാരണം ഇവിടെ ന്യായം ഇറാനും ലെബനനും ഒക്കെ ഒപ്പമാണ്, അല്ലാതെ ഇസ്രായേലിനോ അമേരിക്കയ്ക്കൊപ്പം അല്ല. ഈ രക്തച്ചൊരിച്ചിലിനോട് ഇനി നിശബ്ദത പാലിക്കാൻ കഴിയില്ല എന്ന കടുത്ത പ്രഖ്യാപനവുമായി ഇറാൻ സൈന്യം രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാണ്. കാരണം ഈ കരാറിന്റെ ആ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്ന സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന് ലെബനനെ തൊടാൻ പാടില്ല. ഇസ്രായേൽ ലെബനനെ ആക്രമിക്കാനോ അവിടുത്തെ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കരാറിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. കരാർ ഞങ്ങൾ കീറിയെറിയും. അതുപോലെ തന്നെ ഇസ്രായേലിനെ ഞങ്ങൾ ഒരു പക്ഷേ തച്ചു തകർത്തു എന്ന് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാം എന്നാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഒരു പ്രസക്തിയുള്ള കാര്യമല്ല എന്നതാണ് നിലപാട്.
ട്രംപ് എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഏതൊക്കെ കരാർ ആരൊക്കെ എവിടെ ഒപ്പുവെച്ചാലും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭീകരവാദിക്കും ഇസ്രായേൽ എന്ന രാജ്യത്തിനും അതൊരു കാര്യമേ അല്ല എന്നതാണ് അവരുടെ നിലപാട്. ലബനാനിലെ നിഷ്കളങ്കരായ ആ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ഈ കടന്നുകയറ്റം തങ്ങളുടെ സഹനത്തിന്റെ അതിരുകൾ ലംഘിക്കുന്നതാണ് എന്നാണ് ഇറാന്റെ നാവിക കര സേനകൾ സംയുക്തമായി മുന്നറിയിപ്പ് നൽകിയത്. വെടിനിർത്തലിനുള്ള ധാരണാപത്രം അമേരിക്കയും ഇറാനും തത്വത്തിൽ അംഗീകരിച്ചതിന് ശേഷം മാത്രം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് 84 തവണ കരാർ ലംഘനം ഉണ്ടായതായിട്ട് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലബനാൻ ജനതയുടെ ആത്മാഭിമാനവും അവരുടെ താല്പര്യങ്ങളും അതൊക്കെ സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നും ആക്രമണങ്ങൾ അടിയന്തരമായിട്ട് നിർത്തിവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്നത് അതിശക്തമായ തിരിച്ചടിയായിരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകൾക്കും അപ്പുറം ഇനി മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ യുദ്ധമോ ഉണ്ടായാൽ, പശ്ചിമേഷ്യ ഇനിയും സംഘർഷഭരിതമായാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനായിരിക്കും എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. അത് അന്താരാഷ്ട്ര തലത്തില് വലിയ നയതന്ത്ര സമ്മർദ്ദമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയവും വിനാശകരമായിട്ടുള്ള നീക്കത്തില് അമേരിക്കയും തങ്ങളുടെ അതൃപ്തിയും ആശങ്കയും ഒക്കെ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് അതൃപ്തി അറിയിച്ചും കഴിഞ്ഞു. നിലവില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന G7 ഉച്ചകോടി, ആ ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് ഇസ്രായേലിന്റെ ഈ ക്രൂരമായ നിലപാടുകൾ, ലോക സമാധാനത്തിനെതിരെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ സമാധാനത്തിനെതിരെയുള്ള നിലപാടുകളിൽ തനിക്ക് കടുത്ത അമർഷമുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ലബനാനിലെ മണ്ണിൽ ഇനി ഒരു ചോരപ്പുഴ ഒഴുകാതെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് അതീവ കർശനമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി അത് കേട്ടതുമില്ല, ഇസ്രായേൽ ആകട്ടെ അത് കണ്ടതുമില്ല. അവരാകട്ടെ കാണാതെയും കേൾക്കാതെയും ലെബനന് നേരെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധം നിർത്തിവെക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന പരോക്ഷമായ താക്കീതും ട്രംപ് നെതന്യാഹുവിന് ഇപ്പോ നൽകി കഴിഞ്ഞു. കാരണം ഈ യുദ്ധം വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് തകർന്നടിയുന്ന ആഗോള സമ്പദ്ഘടനയെ കൂടുതൽ അഗാധമായി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം നിലനിൽപ്പിനും ലോകത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി ഈ കരാർ സംരക്ഷിക്കേണ്ടത് അമേരിക്കയ്ക്കും മറ്റ് G7 രാജ്യങ്ങൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾക്കുമെല്ലാം ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. എങ്കിലും ഈ കറുത്ത മേഘങ്ങൾക്കിടയിലും പ്രതീക്ഷയുടെ ചെറിയ ചില വെള്ളി വെളിച്ചങ്ങൾ ലോകം കാണുന്നുണ്ട്. സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ട് അമേരിക്ക തങ്ങളുടെ കടുത്ത നാവികസേന ഉപരോധം പിൻവലിച്ചതോടെ ലോകത്തിന്റെ പ്രധാന ഊർജ്ജപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്നലെ മാത്രം 13 കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോയി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതൊരു ആശ്വാസം പകരുന്ന നല്ലൊരു വാർത്തയാണ്. കാരണം ഇനി എണ്ണവില കുറയും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി അത് മാറും. അതുപോലെ പാചകവാതക പ്രതിസന്ധി നമുക്കുണ്ട്, ആ പ്രതിസന്ധികൾ മാറും. നമ്മുടെ ഹോട്ടൽ വ്യവസായം വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നത്, അതൊക്കെ വീണ്ടും പരിപോഷപ്പെടും. അതൊരു നല്ല ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇതിന് പുറമെ പുതിയ കരാറിന്റെ ഭാഗമായി ഇറാന്റെ മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ വലിയ ഇളവുകൾ വരുത്തുമെന്നും അവർക്ക് ഉടൻ തന്നെ എണ്ണയും ഇന്ധനവും അടക്കമുള്ള അന്താരാഷ്ട്ര വിപണിയിൽ സ്വതന്ത്രമായി വിൽക്കാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ വിൽക്കാൻ വേണ്ടി അമേരിക്ക ഔദ്യോഗികമായിട്ട് അനുമതി നൽകുമെന്നും പ്രമുഖ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ വാർത്തകൾ നൽകിയിട്ടുള്ള വലിയ ആശ്വാസത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഇടിഞ്ഞ് ബാരലിന് $79 എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേരുടെ ജീവനും ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയും നിർണ്ണയിക്കുന്ന വരാൻ പോകുന്ന 2 മാസങ്ങൾ, ഈ 2 മാസങ്ങൾ കരാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘട്ടം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ ആണവ വിഷയം ഉൾപ്പെടെയുള്ള അതിസങ്കീർണമായ സാങ്കേതിക കാര്യങ്ങളിൽ വളരെ വിശദമായ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത സമാധാന അന്തരീക്ഷം ഒരൊറ്റ നിമിഷം കൊണ്ട് തകരാതിരിക്കാൻ യുദ്ധക്കൊതിയനായ നെതന്യാഹുവിനെ കടുത്ത നയതന്ത്ര സമ്മർദ്ദത്തിലൂടെയും അധികാര കുരുക്കിലൂടെയും പിടിച്ചുകെട്ടാൻ ട്രംപ് നിർബന്ധിതനാകും എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും പശ്ചിമേഷ്യയിൽ ഒരല്പം സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് കലക്കാതിരുന്നാൽ, ഇറാന്റെ പ്രഹരം ഇസ്രായേൽ ഏൽക്കാതിരുന്നാൽ പശ്ചിമേഷ്യ സമാധാനമാകും. അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത, ഒരുപക്ഷെ ലോകം ഇതുവരെ കാണാത്ത വലിയ ദുരന്തമായിരിക്കും ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.